ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് ബഹ്റൈനിലാണ്. അപ്പോൾ ബഹ്റൈനിലെ ഒരു മെയിനായിട്ടുള്ളൊരു അവരുടെ ഒരു ഹിസ്റ്ററി, അതുപോലെ തന്നെ കൾച്ചറും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോയി നോക്കണേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാനും ഉണ്ട്, അറിയാനും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്നത് ബഹ്റൈനിലെ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ബഹ്റൈൻ്റെ ഏൻഷ്യൻ സിവിലൈസേഷനും അതുപോലെ തന്നെ അവരുടെ ഒരു കൾച്ചറും ട്രേഡും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് ലെങ്ത് ഉണ്ട്, നമ്മൾ മുഴുവനായിട്ട് എടുക്കാനും പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരു 1.5-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും വീഡിയോസ് കവർ ചെയ്തത്. പിന്നെ കുറേ കൂടി ഡീപ്പായിട്ട് ഇനിയൊരു ദിവസം പോയിട്ട് എടുക്കണമെന്നുണ്ട്. അപ്പോൾ എടുത്ത വീഡിയോസും അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫർമേഷനും ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ ലോങ് ആയിട്ട് ഒരുപാട് ദൂരേക്ക് ഇങ്ങനെ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. എപ്പോഴും ഞങ്ങൾ ഇതിൻ്റെ പുറമേ കൂടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ നോക്കാറുണ്ട്. തിരക്കൊന്നും കാണാറില്ല, പക്ഷേ ഒരുപാട് കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പോയതൊരു ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അധികം തിരക്കൊന്നും കണ്ടില്ല. കുറച്ച് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഷെഡ് പോലെയുള്ളൊരു പാർക്കിങ്ങിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. നല്ല വെയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇടാൻ, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ സ്ഥലത്ത് ഇടേണ്ടി വരും. ഇപ്പോൾ നമുക്കിവിടെ ഷെഡ് പോലെ പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പോൾ അവിടെ കയറ്റി ഇട്ട് നമുക്കിനി ഉള്ളിൽ പോയി കാണാം. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ മക്കൾക്ക് ആകെ തന്നെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലവർ പോട്ട് നമ്മുടെയൊക്കെ മുട്ട് വരെയുള്ളതും അര വരെയുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരാളുടെ ഹൈറ്റിൻ്റെ അത്രയുള്ള പോട്ട് കണ്ടപ്പോൾ അവർ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ അകത്തേക്ക് കിടക്കുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വാവയ്ക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അവൾക്ക് പേടി പോലെയൊക്കെ തോന്നിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ കുറേ നേരം നടന്നത്. ചില സ്ഥലങ്ങളിൽ ഇറങ്ങി, ചില സ്ഥലങ്ങളിൽ എടുത്തു. കയറി ചെന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഡിസ്പ്ലേയിൽ കാണാൻ പറ്റിയത് ഞങ്ങൾ പോയ ഏരിയയിൽ TV ആണ് കേട്ടോ. TV പണ്ടത്തെ റേഡിയോ പോലത്തെ ഉള്ളൊരു മെക്കാനിസം ആയിരുന്നു. പിന്നെ നമ്മുടെ പഴയ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഈവൻ ഇന്ത്യയുടെ കറൻസീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പേൾസ്, ബഹ്റൈൻ പേൾസിന് ഫേമസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന പെട്ടി നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു പെട്ടി. പിന്നെ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഐറ്റംസിൻ്റെ താഴെ അതിൻ്റെ റൈറ്റിങ്സ് ഉണ്ട്. ഇതിപ്പോൾ എഴുതിയത് പണ്ടത്തെ പാസ്പോർട്ടാണ് കേട്ടോ. പണ്ട് അവർക്ക് ട്രേഡിങ്ങിനായിട്ട് ഓരോ കൺട്രീസിൽ GCC കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്ത പാസ്പോർട്ടാണ്. ഇപ്പോഴത്തെ പാസ്പോർട്ടിന് കളർ ചേഞ്ച് ഉണ്ട്. പിന്നെ ഇതാണ് ബഹ്റൈൻ്റെ ദിലുമിൻ ഗ്രേവ്സ്, അതായത് കല്ലറകൾ കേട്ടോ. ഇവിടെ നമുക്ക് ശരിക്കും ബോഡീസിൻ്റെ ബോൺസൊക്കെ ഇങ്ങനെ റിമെയിൻസൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നമുക്കിത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനായിട്ട് നമുക്കിവിടെ ഗൈഡൊന്നും ഇല്ല. അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൗണ്ടിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെവിയിൽ വെച്ചിട്ട് കേൾക്കാനുള്ള സിസ്റ്റമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് കണ്ടു, പിന്നെ നമുക്ക് വായിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇയറിങ്ങിന് കുട്ടികൾ പോയിട്ട് എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം വെച്ച് എന്നല്ലാണ്ട് ഞങ്ങളത് കേട്ടില്ല. നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാനുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശവക്കല്ലറകളാണ് കേട്ടോ. നമുക്കിപ്പോഴും നമ്മൾ താമസിക്കുന്ന ഓരോ ഏരിയയിലും സൈഡിലും ഒക്കെ കാണാം, ചില ഭാഗങ്ങളിൽ കാണാം കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതും ഗ്രേവ് തന്നെ ആവണം, പക്ഷെ ഒരു വൈറ്റ് കളറിലാണ് കണ്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ദിലുമിൻ ബറിയൽ മൗണ്ട്സ്. അതായത് ഇങ്ങനെ ഒരു സാൻഡൊക്കെ വന്നിങ്ങനെ കൂടില്ലേ, കുന്നുപോലെ, കുഞ്ഞു പോലെ. ഇവിടെ 1-2 കുറച്ചേ ഉള്ളൂ, പക്ഷേ വേറെയും സ്ഥലങ്ങളിൽ ഇങ്ങനെ 1000 കണക്കിന് 10,000 കണക്കിന് ബറിയൽ മൗണ്ട്സ് നമുക്ക് വേറെ കാണാം. ഇത് ബറിയലിൻ്റെ ആ ഒരു ഏരിയയിൽ അവർക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴും അവരിങ്ങനെ ഡിസ്കവർ ചെയ്യുമ്പോൾ കിട്ടിയ ഓരോ ആർട്ടിക്കിൾസ് അവരിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇപ്പോൾ പണ്ടത്തെ വെസൽസ്, അയൺ വെസൽസ്, അതുപോലെ തന്നെ ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് ബോൺസൊക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഓരോ പാത്രങ്ങൾ, പിന്നെന്താ പറയുക, കല്ലിൻ്റെ
കുഞ്ഞു കുഞ്ഞു ബൗൾസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ചിലതൊക്കെ ചീത്ത ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് സാധനങ്ങൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഡിസ്പ്ലേയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ് ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അളക്കാനൊക്കെ യൂസ് ചെയ്യില്ലേ, നാഴി ഇടനാഴിയൊക്കെ അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ സ്റ്റാമ്പാണ് കേട്ടോ. ഇതാണ് കല്ലറ. അതായത് അവരിങ്ങനെ എടുത്ത് നമുക്കൊരു ഭാഗം കാണിച്ചത് മൊത്തം മണ്ണിട്ട് ഇങ്ങനെ ആ ഭാഗം പോലെ തന്നെ ഈ ഭാഗവും കവേർഡായിരിക്കും കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട്. പക്ഷേ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം അവരിങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും മനുഷ്യനിങ്ങനെ ചുരുട്ടി വെച്ച് ഇങ്ങനെ അവിടെ ബോൺസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഇങ്ങനെ കുഴികളിൽ, അതുപോലെ തന്നെ പാത്രങ്ങൾ, മൺപാത്രങ്ങളിലൊക്കെയാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഗ്ലാസിൻ്റെ ഏരിയയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഏരിയയിൽ കൊടുത്ത് ഈ കുഴിയിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് കേട്ടോ അവരിങ്ങനെ ഡെഡ് ബോഡീസൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൊട്ടിയിട്ടും അവർക്ക് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ നീളമുള്ള പാത്രങ്ങളൊക്കെ ഡെഡ് ബോഡീസ് വെച്ചിട്ടുണ്ട്. ഇതിലും ഉണ്ട് കേട്ടോ. കണ്ടോ, ബോൺസൊക്കെ നമുക്ക് ബാക്കി കാണാൻ മാത്രം ബോൺസ് മാത്രമൊക്കെ ഉള്ളൂ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ളതല്ലേ. ഇങ്ങനത്തെ ബക്കറ്റ്സ് ഡിഫറെൻറ്റ് ഷേപ്സിലുണ്ട്. എന്നിട്ട് ഇതിലും ആണ് കുഴിച്ചിടുന്നത്. ചിലത് അങ്ങനെ തന്നെ കുഴികളാക്കിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ് കേട്ടോ ഇവരുടെ ഒരു ബറിയൽ കാണുന്നത്. ഇവിടെ റോയൽ ബറിയൽസ് ഉണ്ട്, അതായത് രാജാക്കന്മാരുടെ ബറിയൽസൊക്കെ വേറെ ഒരു പ്ലേസിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ബറിയൽസ്. പിന്നെ ഇവരിവിടെ ബറി ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, പിന്നെ ഓഫർ ചെയ്യുന്നത് എല്ലാം അവർ തന്നെ ഇങ്ങനെ ഡിസ്കവർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓഫർ ചെയ്തത് അവർ സൂക്ഷിച്ച് വെച്ച് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ പാത്രങ്ങളും അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ്, അങ്ങനെ ഓരോ തിങ്സും ഇവരുടെ ഒരു കൾച്ചറായിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ അതും കൂടി അതിൻ്റെ കൂടെ ബറി ചെയ്യുമ്പോൾ ബോഡിയുടെ കൂടെ വെച്ചിട്ട് ബറി ചെയ്യുന്നത്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകൾ എന്താണെന്നറിയാമോ? ഇതാണ് കേട്ടോ ബഹ്റൈനിൽ നമ്മുടെ പണ്ട് ബഹ്റൈൻ്റെ പേൾസ് ആണല്ലോ ഇവരുടെ മെയിനായിട്ട്. ഫിഷിംഗ് ഒക്കെയാണ്, ട്രേഡാണ് കൂടുതലും ഇവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പേൾസൊക്കെ അരിച്ചെടുക്കാൻ, അതായത് സൈസിനനുസരിച്ച് വലുതും ചെറുതൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കാനും, പിന്നെ ഈ കല്ലുകളൊക്കെ അതിൻ്റെ തൂക്കം നോക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന പണ്ടത്തെ സ്റ്റോൺസ് ആണ് കേട്ടോ, മെഷറിങ് സ്റ്റോൺസ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പണ്ട് രാജ്ഞികാലൊക്കെ യൂസ് ചെയ്തിരുന്ന വാളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത ഡ്രസ്സിങ് ടേബിള്. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന അന്നും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ട്രിമ്മേഴ്സാണ് കേട്ടോ അതിലിരിക്കുന്നത്. നമുക്ക് ദൂരെ നിന്നാണ് എടുക്കാൻ പറ്റുക. ഒരു ഗ്ലാസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ അത്തറിൻ്റെ കുപ്പികൾ, കുഞ്ഞു കുഞ്ഞു നല്ല കോപ്പർ ടൈപ്പുള്ള കുപ്പികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അന്നത്തെയൊക്കെ പ്രിൻസസിൻ്റെ ഒക്കെ വോയിസ് റെക്കോർഡ് ചെയ്ത ഗ്രാമഫോണ്, പിന്നെ അതിൻ്റെ ഫിലിം പോലെ ഇങ്ങനെയുള്ള ഡിസ്കൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ കുറേ ബുക്സ്, അവർ പബ്ലിഷ് ചെയ്ത ബുക്സൊക്കെയാണെന്ന് തോന്നുന്നു. അറബിക്കിലാണ് എഴുതി വെക്കുന്നത്. പിന്നെ അങ്ങനത്തെ ബുക്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഓടിച്ചിട്ട് കുറേ സമയം എടുക്കുകയാണെങ്കിൽ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഒരുപാട് സമയം എടുത്ത് 2-3 പ്രാവശ്യമൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് ഓരോന്നിങ്ങനെ അറിയാൻ നല്ല ഇൻട്രസ്റ്റാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. അവരുടെ ബഹ്റൈൻ്റെ ഫുൾ കൾച്ചറാണ് ഇവരോട് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. അത് പല രീതിയിൽ. ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ തിങ്സ് ആയിട്ടും പിക്ചേഴ്സൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അടുത്ത് ഇടാൻ പോണ വീഡിയോയിലാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ മെഴുക് പ്രതിമകളൊക്കെ ഇല്ലേ, അതേപോലെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സെയിം സ്ട്രക്ചർ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പലതരങ്ങളിലുള്ള അവരുടെ ബുക്സാണ് കേട്ടോ. ഖുറാനാണ്, പണ്ട് യൂസ് ചെയ്തിരുന്ന ഖുറാനൊക്കെ ഇങ്ങനെ കിങ്, അതേപോലെ തന്നെ ഈ റോയൽ ഫാമിലിയിലുള്ളവരൊക്കെ ഇങ്ങനെ സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.